Hi students, അപ്പോൾ നമ്മൾ വിഷ്വലൈസിംഗ് സോളിഡ് ഷേപ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തേ. അതിൽ നമ്മൾ ഓൾറെഡി 2-dimensional ഷേപ്സ് എന്താന്ന് പറഞ്ഞു, അതുപോലെ 3-dimensional ഷേപ്സ് എന്താന്ന് പറഞ്ഞു, അതുപോലെ നെറ്റ്സ് നമുക്ക് ഓരോ ഷേപ്സ് ഉണ്ടാക്കാനുള്ള നെറ്റ്സ് എന്താന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രോയിങ് സോളിഡ്സ് ഓൺ എ ഫ്ലാറ്റ് സർഫേസ്. ഫ്ലാറ്റ് സർഫേസിൽ എങ്ങനെയാണ് സോളിഡ്സ് വരയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ സോളിഡ് ഷേപ്സ് നമുക്ക് ക്യൂബ്, ക്യൂബോയിഡ് അങ്ങനത്തെ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഫ്ലാറ്റ് സർഫേസിൽ വരയ്ക്കുക എന്നുള്ളത് പഠിക്കാം. ഓക്കെ, നമ്മളിപ്പോ ഒരു ഫ്ലാറ്റ് സർഫേസ്, നമ്മളൊരു പ്ലെയിൻ ഫിഗേഴ്സ് ഒക്കെ വരയ്ക്കാൻ നമുക്കറിയാം അല്ലെ. നമുക്ക് സ്ക്വയർ വരയ്ക്കാനറിയാം, റെക്ടാംഗിൾ വരയ്ക്കാനറിയാം, സർക്കിൾ വരയ്ക്കാനറിയാം. ഇതൊക്കെ നമുക്കൊരു പേപ്പർ തന്നാൽ അതിൽ ഡ്രോ ചെയ്യാനറിയാം. ഇനി സോളിഡ് ആണെങ്കിലോ, സോളിഡ് ഷേപ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കും, അതാണ് നമ്മൾ ഇനി ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഡ്രോയിങ് സർഫേസ് ഈസ് പേപ്പർ. സപ്പോസ് നമ്മൾ ഒരു പേപ്പർ എടുത്തു, എന്നിട്ട് വിച്ച് ഈസ് ഫ്ലാറ്റ്. പേപ്പർ എന്താ, ഫ്ലാറ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഫ്ലാറ്റ് ആയ പേപ്പറിൽ 2-dimensional വരയ്ക്കാൻ കഴിയും. ബട്ട് 3-dimensional എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു പേപ്പർ എടുത്തു, പേപ്പർ എന്താ, ഫ്ലാറ്റ് ആണ്. വെൻ യു ഡ്രോ എ സോളിഡ് ഷേപ്പ്, ദ ഇമേജസ് ആർ സംവാട്ട് ഡിസ്റ്റോർട്ടഡ് ടു മേക്ക് ദം അപ്പിയർ 3-dimensional. എന്താ, നമുക്കത് 3-dimensional ആയിരിക്കുമോ? നമുക്ക് എന്താ ഒരു കൺഫ്യൂഷൻ. 3-dimensional ആയിട്ട് തോന്നൂല്ലേ അല്ലെ. നമ്മളൊരു പേപ്പറിൽ ഇപ്പൊ ഒരു ക്യൂബ് പോലെ വരയ്ക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് 3-dimensional ആയിട്ട് കിട്ടണമെന്നില്ല. ഇറ്റ് ഈസ് എ വിഷ്വൽ ഇല്യൂഷൻ. യു വിൽ ഫൈൻഡ് ഹിയർ 2 ടെക്നിക്സ് ടു ഹെൽപ്പ് യു. അപ്പൊ നമ്മൾ 2 ടെക്നിക്സ് വെച്ചിട്ടാണ് ഒരു ഫ്ലാറ്റ് സർഫേസിൽ നമ്മൾ സോളിഡ് ഷേപ്സ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെ 2 ടെക്നിക്സ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ 3-dimensional ഷേപ്സ് എന്താണെന്നും നെറ്റ് എന്താന്നുള്ളതൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 ടെക്നിക്സ്. നമുക്ക് എങ്ങനെ നമ്മൾ സോളിഡ് ഷേപ്സ് വരയ്ക്കാന്നുള്ള 2 ടെക്നിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഫസ്റ്റ് ആണ് ഒബ്ലിക് സ്കെച്ചസ്. അപ്പം ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒബ്ലിക് സ്കെച്ചസ് ആണ്. ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് നോക്കാം എന്താന്നുള്ളത്. ഹിയർ ഈസ് എ പിക്ചർ ഓഫ് എ ക്യൂബ്. നമുക്ക് ക്യൂബിന്റെ ഒരു പിക്ചർ ഉണ്ട് അല്ലെ. ഇതാണ് നമ്മളൊരു ക്യൂബ്. ഓക്കെ, it gives a clear idea of how the cube looks like when seen from the front. അപ്പൊ നമ്മൾ ഇങ്ങനെ ഫ്രണ്ട് നിന്ന് നോക്കുക. ഈ ഒരു പിക്ചർ ക്യൂബിന്റെ ഫ്രണ്ട് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതൊരു ക്യൂബ് പോലെ തന്നെ തോന്നുന്നുണ്ട് അല്ലെ. You do not see certain phases, but നമുക്കറിയാം ക്യൂബിന് 6 phases ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഫേസസ് എന്താണും, വേർട്ടീസസ് എന്താണും, എഡ്ജസ് എന്താന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നമുക്ക് എന്താണ് 6 phases ആണ് ഒരു ക്യൂബിനുള്ളത് എന്ന് അറിയാം. ബട്ട് നമ്മൾ ഈ ഒരു ക്യൂബ് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിന് 6 phases ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലെ. നമ്മൾ ഇതിന് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ കാണുന്നുണ്ട്, അതുപോലെ സൈഡിൽ ഒരു സ്ക്വയർ കാണുന്നുണ്ട്, അതുപോലെ മേലെ ഒരു സ്ക്വയർ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് 6 phases, എല്ലാ ഫേസസും എന്താ നമുക്ക് കാണുന്നില്ല അല്ലെ. In the drawn picture, the length are not equal as they should be in a cube. അതുപോലെ നമ്മൾ വരച്ച ഈ ഒരു പിക്ചറിൽ നമുക്കറിയാം ക്യൂബ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ കൊണ്ടുള്ളതാണ്. അപ്പൊ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കില്ലേ. ബട്ട് നമുക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇതൊരു വലിയ സ്ക്വയർ പോലെ തോന്നുന്നു അല്ലെ. അതിന്റെ സൈഡ് ഉള്ളത് ചെറിയൊരു സ്ക്വയർ പോലെയൊക്കെ തോന്നാം. എല്ലാ ലെങ്ത്തും ഈക്വൽ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല ഈ ഒരു പിക്ചർ കാണുമ്പോൾ. Still you are able to recognize it as a cube. But എന്നാലും നമുക്ക് എന്താണ്, ഇത് ക്യൂബ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. Such a sketch of a solid is called an oblique sketch. അങ്ങനെ നമ്മൾ വരയ്ക്കുന്ന സോളിഡ് ഷേപ്പിന്റെ സ്കെച്ചിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒബ്ലിക് സ്കെച്ച്. അപ്പൊ മാറിപ്പോയത് 2 ടെക്നിക്സിൽ ഒരു ടെക്നിക്കാണ് ഒബ്ലിക് സ്കെച്ച്. അപ്പൊ എങ്ങനെയാണ് ഒബ്ലിക് സ്കെച്ച് വെച്ചിട്ട് നമ്മൾ സോളിഡ് ഷേപ്സ് ഡ്രോ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. How can you draw such sketches? എങ്ങനെ നമുക്ക് വരയ്ക്കാന്നുള്ളത് നോക്കാം. Let us attempt to learn the technique. You need a squared lines or dots paper. നമുക്ക് എന്ത് വേണം, സ്ക്വയർ ഉള്ള, നമുക്കിങ്ങനെ സ്ക്വയേഴ്സ് ഉള്ള ഒരു ലൈൻ പേപ്പർ വേണം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുള്ളൂ, നമ്മളെ സോളിഡ് ഷേപ്സ് ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. Let us attempt to draw an oblique sketch of a 3x3x3. Each edge is 3 unit. 3x3x3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3-dimensional ഷേപ്പ് ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ആയിരിക്കുമല്ലോ അല്ലെ. അപ്പം നമ്മള് ഇതെന്താണ്, ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആയിരിക്കും.
ഇത് ഹൈറ്റ് ആയിരിക്കും. അപ്പൊ ലെങ്ത് 3യും ബ്രെഡ്ത്ത് 3യും ഹൈറ്റ് 3യും ഉള്ള ഒരു സോളിഡ് ഷേപ്പ്, ഒരു ക്യൂബ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഒബ്ലിക് സ്കെച്ച് വരയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടോ, നമുക്ക് ആദ്യം ഇങ്ങനെയുള്ള ഒരു പേപ്പർ വേണം, ഞാൻ മാത്രമേ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഡ്രോ ദ ഫ്രണ്ട് ഫേസ്. ഫ്രണ്ട് ഫേസ് എന്ന് പറയുമ്പം നമ്മളെ സ്ക്വയറിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മളൊരു സ്ക്വയർ വരയ്ക്കുകയാണ് ഇവിടെ. ഓക്കെ, നമ്മളൊരു സ്ക്വയർ വരച്ചു. 3x3x3 ആണ് നമുക്ക് ഡയമെൻഷൻസ് തന്നെ. അപ്പൊ ലെങ്ത്തും 3 ആയിരിക്കും, ബ്രെഡ്ത്തും 3 ആയിരിക്കും, ഹൈറ്റും 3 ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 1 ആണ്. അപ്പൊ 3 സ്ക്വയേഴ്സ് നമ്മൾ എടുത്തു. ഓക്കെ, അപ്പൊ നമ്മള് 3 സ്ക്വയേഴ്സ് എടുത്തു. അപ്പൊ ഇതാണ് 1 2 3 സ്ക്വയർ. അതുപോലെ അതിന്റെ എല്ലാ സൈഡും നമ്മൾ എന്ത് ചെയ്തു, 3 സ്ക്വയേഴ്സ് എടുത്തു. Then what is the step 2? എന്താ സ്റ്റെപ്പ് 2? ഡ്രോ ദ ഓപ്പോസിറ്റ് ഫേസ്. ഇനി നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് ഫേസ് ഡ്രോ ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്തു, നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. ആ സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് ഫേസ് ഡ്രോ ചെയ്യണം. സൈസസ് ഓഫ് ദ ഫേസസ് ആർ ടു ബി സെയിം. അല്ല, അതിന്റെ ഫേസസ് ഒക്കെ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ദാറ്റ് മീൻസ് ആ സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ അങ്ങനെ എല്ലാ സ്ക്വയറും എന്തായിരിക്കണം, ഒരുപോലെ ആയിരിക്കണം. ബട്ട് ദ സ്കെച്ച് ഈസ് സംവാട്ട് ഓഫ്സെറ്റ് ഫ്രം സ്റ്റെപ്പ് 1. ബട്ട് എന്താ പറയുന്നത്, സ്കെച്ച് ഈസ് സംവാട്ട് ഓഫ്സെറ്റ് ഫ്രം സ്റ്റെപ്പ് 1. അപ്പൊ നമ്മൾ അടുത്ത സ്ക്വയർ എങ്ങനെ വരും, ജസ്റ്റ് ഒന്ന് താഴോട്ടാക്കിയിട്ട് ഡ്രോ ചെയ്യാം. അപ്പൊ നമ്മളെ ഫിഗർ ഇങ്ങനെ വരും. 2 സ്ക്വയർ ഓൾറെഡി നമ്മളൊരു സ്ക്വയർ ഡ്രോ ചെയ്തു. എന്നിട്ട് അതിന്റെ ഒരു യൂണിറ്റ് താഴെ എടുത്തിട്ട് നമ്മൾ ഒരു സ്ക്വയർ സെയിം ഫേസസ് വരുന്ന എന്താണ് വേറൊരു സ്ക്വയറും കൂടെ ഡ്രോ ചെയ്തു. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. Then what is the third step? Join the corresponding corners. ഇനി നമ്മൾ ആ 2 സ്ക്വയറിന്റെയും കോർണേഴ്സ് ജോയിൻ ചെയ്യണം. അപ്പൊ നമ്മള് ഫിഗർ ഇങ്ങനെയായിരുന്നു. ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു സ്ക്വയർ വരച്ചു. അതുപോലെ നമ്മളെ സെക്കൻഡ് നമ്മൾ ഒരു സ്ക്വയറും കൂടെ ഡ്രോ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ 2 സ്ക്വയറിന്റെയും കോർണേഴ്സ് ജോയിൻ ചെയ്തു. ഇതാണ് ഒരു കോർണർ, ദിസ് ഈസ് ദ സെക്കൻഡ് കോർണർ, ദിസ് ഈസ് ദ തേർഡ് കോർണർ, ദിസ് ഈസ് ദ ഫോർത്ത് കോർണർ. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ എല്ലാ കോർണേഴ്സും എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു വരച്ചു. ക്ലിയർ? ഇനി എന്താ സ്റ്റെപ്പ് 4? റീഡ്രോ യൂസിങ് ഡോട്ടഡ് ലൈൻസ് ഫോർ ഹിഡൻ എഡ്ജസ്. ഇനി ചില എഡ്ജസ് എന്താ ഹിഡൻ ആണ് അല്ലെ, ഹിഡൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് ചെയ്തു. ദ സ്കെച്ച് ഈസ് റെഡി നൗ. ഇനി നമ്മളെ സ്കെച്ച് റെഡിയായി. അപ്പൊ ദ സ്കെച്ച് ഈസ് റെഡി നൗ. അപ്പൊ ഇതാണ് നമ്മളൊരു ക്യൂബ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, ഇത് ഹിഡൻ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ലൈനിൽ കണ്ടിരുന്നത്. അതിനെ നമ്മൾ ഡോട്ടഡ് വെച്ചിട്ട് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മളെ ക്യൂബിന്റെ ഒബ്ലിക് സ്കെച്ച്. ഓക്കെ, ഒബ്ലിക് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിനാണ് ഒബ്ലിക് സ്കെച്ചസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടെക്നിക് ആണ് ഒബ്ലിക് സ്കെച്ചസ്. നമ്മൾ എങ്ങനെ ഡ്രോ ചെയ്തു ഒബ്ലിക് സ്കെച്ചസ്? നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെയുള്ള ഒരു പേപ്പർ വേണം. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു പേപ്പർ വേണം. എന്നിട്ട് ഓരോ ഇതും നമ്മൾ എന്ത് ചെയ്തു, ഓരോ സ്റ്റെപ്പിലും നമ്മള് സ്ക്വയേഴ്സ് സെയിം ആക്കിയിട്ട് വരച്ചു. എന്നിട്ട് നമ്മൾ കോർണേഴ്സ് ഒക്കെ ജോയിൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, നമ്മളെ ക്യൂബ് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാ, നമ്മളെ ക്യൂബ് ഡ്രോ ചെയ്യാം ബൈ യൂസിങ് ഒബ്ലിക് സ്കെച്ചസ്. ദെൻ ഇൻ ദ ഒബ്ലിക് സ്കെച്ച് അബൌട്ട് ഡിഡ് യു നോട്ട് ദ ഫോളോയിങ്. ഇന്ന് നമ്മൾ ഓൾറെഡി ഒബ്ലിക് സ്കെച്ച് വെച്ചിട്ട് നമ്മൾ ക്യൂബ് വരച്ചല്ലോ. ഇനി നമുക്ക് എന്തൊക്കെയാ അതിന് മനസ്സിലാക്കാം. The sizes of the front face and its opposites are same. കണ്ടോ, അതിന്റെ ഫ്രണ്ട് ഫേസ് കണ്ടോ, ഫ്രണ്ട് ഫേസും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഫേസ് ഒക്കെ എന്താ സെയിം ആണ്. Then the edges, അതിന്റെ edges which are all equal in a cube. നമുക്കറിയാം ക്യൂബിന്റെ എല്ലാ എഡ്ജസും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് appear so in the sketch though the actual measures of edges are not taken. So അപ്പൊ എന്താ, നമുക്ക് ഈ ഒരു എഡ്ജും അതുപോലെ ഈ എഡ്ജും എല്ലാ എഡ്ജസും ക്യൂബിന്റെ എല്ലാ എഡ്ജസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. Then you can draw sketches in which
measurements also agree with those of a given solid. To do this, we need what is known as an isometric sheet. അപ്പൊ നമ്മളെ സെക്കൻഡ് ടെക്നിക്കാണ് ഐസോമെട്രിക് ഷീറ്റ് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഒബ്ലിക് സ്കെച്ച് ഒബ്ലിക് ആയിരുന്നു, സെക്കൻഡ് വൺ ഐസോമെട്രിക് ഷീറ്റ്. അപ്പൊ സെക്കൻഡ് ടെക്നിക്കാണ് ഐസോമെട്രിക് ഷീറ്റ്. ഇവിടെ എന്താ, മെഷർമെന്റ്സ് ഓൾസോ എഗ്രി വിത്ത് ദോസ് ഓഫ് എ ഗിവൺ സോളിഡ്. അതിന് നമ്മൾ ഐസോമെട്രിക് ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഐസോമെട്രിക് ഷീറ്റിൽ നമ്മൾ സോളിഡ് ഷേപ്സ് ഡ്രോ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, എങ്ങനെ നമ്മൾ ഡ്രോ ചെയ്യും? ഇതാണ് ഐസോമെട്രിക് സ്കെച്ചസ്. എങ്ങനെയാണ് ഷീറ്റ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഷീറ്റ് ഡിവൈഡ്സ് ദ പേപ്പർ ഇൻടു സ്മോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഷീറ്റ് എങ്ങനെയെന്ന് വെച്ചാല് നമ്മൾ ഒരു പേപ്പറിനെ ചെറിയ ചെറിയ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കും. മെയ്ഡ് അപ്പ് ഓഫ് ഡോട്ട്സ് ഓർ ലൈൻ. ഡോട്ടുകളോ ലൈനുകളോ വെച്ചിട്ടാണ് നമ്മൾ ഐസോമെട്രിക് ഷീറ്റ്സ് ഉണ്ടായിരിക്കുക. ലെറ്റ് us attempt to draw an isometric sketch of a cuboid of. നമുക്ക് ഒരു ക്യൂബോയിഡ് ഡ്രോ ചെയ്ത് നോക്കാം. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ 4x3x3. ദാറ്റ് മീൻസ് എഡ്ജസ് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ആണ് തന്നത്. 3 ഡയമെൻഷനൽ ആണല്ലോ നമുക്ക് ഡ്രോ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെ ക്യൂബോയിഡ് ഒരു 3 ഡയമെൻഷനൽ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ക്യൂബോയിഡ് ആണ് വരയ്ക്കേണ്ടത്. അപ്പം 4ഉം 3ഉം 3ഉം നമ്മളെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും നമ്മൾ എടുക്കുന്നത് 4x3x3 ആണ്. ക്ലിയർ? അപ്പം ഇതാണ് നമ്മളെ ഐസോമെട്രിക് സ്കെച്ച് എങ്ങനെയാണ് ഡ്രോ ചെയ്യാന്നുള്ളത് നോക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ ഐസോമെട്രിക് ഷീറ്റ്. നമ്മളോട് പറഞ്ഞു ഐസോമെട്രിക് ഷീറ്റില് നമ്മളെ പേപ്പറിനെ നമ്മൾ സ്മോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ? കണ്ടോ, നമ്മളെ ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സൈഡ്സും ഈക്വൽ ഉള്ളതിനെയാണ് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാ അല്ലെ? അപ്പം ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അങ്ങനെ നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിനെ ആക്കി വെച്ചത്. നമ്മൾ ഐസോമെട്രിക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പൊ എവിടെ നോക്കിയാലും നമുക്ക് അതിനൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? നമുക്ക് ക്യൂബോയിഡ് ആണ് അല്ലെ ഡ്രോ ചെയ്യേണ്ടത്. 4 3 3 ആണ് നമുക്ക് ഡയമെൻഷൻ തന്നത്. അപ്പൊ 4 3 3. അപ്പൊ 4 ആയിരിക്കും ലെങ്ത്, 3 ആയിരിക്കും ബ്രെഡ്ത്ത്, ഹൈറ്റ് 3 ആയിരിക്കും. അപ്പൊ ലെങ്ത് 4 ആണെങ്കിൽ നമ്മൾ എന്താ ആദ്യം ചെയ്യണം? 1 2 3 4. അപ്പൊ ഇവിടെ 4 എടുത്തു. ലെങ്ത് ആണ് 4. ഓക്കെ, ഇത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബ്രെഡ്ത്ത് 3 ആണ്. അപ്പൊ നമുക്കറിയാം ഒരു റെക്ടാങ്കിൾ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഈ റെക്ടാങ്കിൾ വരയ്ക്കുമ്പം ഇതും 4 ഇതും 4. നമ്മളെ ബ്രെഡ്ത്ത് രണ്ടും എന്തായിരിക്കണം? 3 ആയിരിക്കണം. അപ്പൊ നമ്മള് ലെങ്ത് 4 എടുത്തു, ഇവിടെയും ലെങ്ത് 4 എടുത്തു. ബട്ട് നമ്മളെ ബ്രെഡ്ത്ത് എന്തായിരിക്കും? 3 ആയിരിക്കും. ബ്രെഡ്ത്ത് ഈസ് 3. ഓക്കെ, അപ്പൊ നമുക്കൊരു റെക്ടാങ്കിൾ. ഇതാണ് നമ്മളെ സ്റ്റെപ്പ് 1. ഡ്രോ എ റെക്ടാങ്കിൾ ടു ഷോ ദ ഫ്രണ്ട് ഫേസ്. ഇതാണ് നമ്മളെ ക്യൂബോയിഡിന്റെ ഫ്രണ്ട് ഫേസ്. ദെൻ അടുത്തത് നമ്മള് സ്റ്റെപ്പ് 2 പോവാണ്. സ്റ്റെപ്പ് 2 നമ്മൾ എന്താ ചെയ്തത്? ഡ്രോ 4 പാരലൽ ലൈൻ സെഗ്മെന്റ്. 4 പാരലൽ ലൈൻ സെഗ്മെന്റ് ഡ്രോ ചെയ്തു. ലെങ്ത് 3 സ്റ്റാർട്ടിംഗ് ഫ്രം ദ 4 കോർണേഴ്സ് ഓഫ് ദ റെക്ടാങ്കിൾ. നമ്മൾ ഈ ഒരു റെക്ടാങ്കിളിന്റെ 4 കോർണേഴ്സ് നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ലൈൻ സെഗ്മെന്റ് ഡ്രോ ചെയ്യാണ്. 3 സ്റ്റാർട്ടിംഗ് ഫ്രം ദ 4 കോർണേഴ്സ് ഓഫ് ദ റെക്ടാങ്കിൾ. അപ്പം അതായിരിക്കും നമ്മളെ എന്ത് ഹൈറ്റ്? എന്താ ഹൈറ്റും 3 ആണ് അല്ലെ? അപ്പം ഇത് ഹൈറ്റ് ആണ് വരിക. ഇനി ഇത് ഹൈറ്റ്, ഇത് ഹൈറ്റ് നമ്മൾ റെക്ടാങ്കിൾ ഡ്രോ ചെയ്യുമ്പോൾ ഇത് ബ്രെഡ്ത്ത് ആയിരിക്കും. നമ്മളെ ഹൈറ്റ് നമ്മളെ 3 ഡയമെൻഷനൽ ഫിഗർ ആണ്. അപ്പം നമുക്ക് ലെങ്ത്തും എന്താണ് ബ്രെഡ്ത്തും എന്താണ്? 3 ആണ്. അപ്പൊ നമ്മളെ റെക്ടാങ്കിളിന്റെ 4 കോർണേഴ്സ് എന്നും നമ്മൾ എന്ത് ചെയ്തു? റെക്ടാങ്കിളിന്റെ 4 കോർണേഴ്സ് നമ്മൾ എന്താണ് ലൈൻ സെഗ്മെന്റ് 4 പാരലൽ ലൈൻ സെഗ്മെന്റ്സ് ഡ്രോ ചെയ്തു. 3 യൂണിറ്റ്സ് ആണ് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളെ സ്റ്റെപ്പ് 2 പറയുന്നത്. Then connect the step 3 എന്താ നമ്മളോട് പറഞ്ഞത്? സ്റ്റെപ്പ് 3 കണക്ട് ദ മാച്ചിങ് കോർണേഴ്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ലൈൻ സെഗ്മെന്റ്. ഈ നമ്മൾ എന്ത് ചെയ്യാ? നമ്മളെ ഒരു
കോർണർ ഒക്കെ നമ്മൾ ഡ്രോ ചെയ്തില്ലായിരുന്നോ കോർണറില്? അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? മാച്ച്, കണക്ട് ദ മാച്ചിങ് കോർണേഴ്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ലൈൻ സെഗ്മെന്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇതായിരുന്നു നമ്മൾ കോർണറിൽ വരച്ചത്. അപ്പൊ ഈ കോർണറുമായിട്ട് ജോയിൻ ചെയ്തു, ഇത് ഈ കോർണറുമായിട്ട് ജോയിൻ ചെയ്തു, എന്നിട്ട് ഇത് ഇതുമായിട്ട് ജോയിൻ ചെയ്യാം, ഇത് ഇതുമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളെ ക്യൂബോയിഡ് റെഡി ആയില്ലേ? അപ്പൊ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ഒരു റെക്ടാങ്കിൾ വരച്ചു, എന്നിട്ട് ആ റെക്ടാങ്കിളിന്റെ എല്ലാ കോർണേഴ്സിനും നമ്മൾ എന്ത് ചെയ്തു? പാരലൽ ലൈൻ സെഗ്മെന്റ് ഡ്രോ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റെപ്പ് 3 പറയുന്നത് മാച്ചിങ് കോർണേഴ്സ്, അപ്രോപ്രിയേറ്റ് ലൈൻ സെഗ്മെന്റ്സുമായിട്ട് മാച്ചിങ് കോർണേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. ദിസ് ഈസ് ആൻ ഐസോമെട്രിക് സ്കെച്ച് ഓഫ് ദ ക്യൂബോയിഡ്. അപ്പൊ ഇതാണ് നമ്മളെ ക്യൂബോയിഡിന്റെ ഐസോമെട്രിക് സ്കെച്ച് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഐസോമെട്രിക് സ്കെച്ച് ഒന്നും കൂടെ നമുക്ക് ക്ലിയർ അല്ലേ? ഐസോമെട്രിക് സ്കെച്ച് എന്ന് പറഞ്ഞാൽ നമ്മള് ക്ലിയർ ആയിട്ട് നമ്മൾ ഡ്രോ ചെയ്തു. ഇതാണ് ക്യൂബോയിഡിന്റെ ഐസോമെട്രിക് സ്കെച്ച്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഒബ്ലിക് സ്കെച്ചും ഐസോമെട്രിക് സ്കെച്ചും ആണ്. അപ്പൊ നമ്മള് ആ ഒരു ഷീറ്റ് വേണം. ഒബ്ലിക് സ്കെച്ച് നമ്മൾ എങ്ങനെ ഡ്രോ ചെയ്യും? നമുക്ക് ഇങ്ങനെ സ്ക്വയറിന്റെ പേപ്പർ വേണം അല്ലെ? ആ സ്ക്വയറിന്റെ പേപ്പർ വെച്ചിട്ട് മാത്രമേ നമുക്ക് ഒബ്ലിക്ലി ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഐസോമെട്രിക് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഓരോ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരുന്ന ഒരു ഡോട്ടഡ് ഷീറ്റ് വേണം അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ ഒരു ഷീറ്റിലാണ് നമ്മളെ സോളിഡ് ഷേപ്സ് ഡ്രോ ചെയ്യാം. ക്ലിയർ? അപ്പൊ നമ്മൾ സോളിഡ് ഷേപ്സ് ഒബ്ലിക്കും ഐസോമെട്രിക്കും, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. Then note that the measurement are of exact size is an isometric sketch. അപ്പൊ ഐസോമെട്രിക് സ്കെച്ചിൽ എന്താ? നമ്മളെ മെഷർമെന്റ്സ് ഒക്കെ എന്താ? എക്സാക്ട് സൈസ് ആണ്. ദിസ് ഈസ് നോട്ട് സോ ഇൻ ദ കേസ് ഓഫ് ആൻ ഒബ്ലിക് സ്കെച്ച്. ബട്ട് ഒബ്ലിക് സ്കെച്ചിൽ നമ്മളെ എന്താണ്? നമ്മളെ സൈസുകളൊന്നും എക്സാക്ട് അല്ല. അപ്പം മെഷർമെന്റ്സ് ആർ ഓഫ് എക്സാക്ട് സൈസ് ഇൻ ആൻ ഐസോമെട്രിക് സ്കെച്ച്. ഐസോമെട്രിക് സ്കെച്ചില് മെഷർമെന്റ്സ് ഒക്കെ എക്സാക്ട് സൈസ് ആണ്. ബട്ട് ദിസ് ഈസ് നോട്ട് സോ ഇൻ ദ കേസ് ഓഫ് ആൻ ഒബ്ലിക് സ്കെച്ച്. ഒബ്ലിക് സ്കെച്ചില് അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ നമ്മൾ ഓൾറെഡി നമ്മളെ ഒബ്ലിക് സ്കെച്ചിലും ഐസോമെട്രിക് സ്കെച്ചിലൊക്കെ എങ്ങനെയാണ് ഡ്രോ ചെയ്യാന്നുള്ളത് പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? ദ ഡൈമെൻഷൻസ് ഓഫ് എ ക്യൂബോയിഡ്. ഒരു ക്യൂബോയിഡ് ഉണ്ട്, അതിന്റെ ഡൈമെൻഷൻസ് എന്താ? 5 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ ആൻഡ് 2 സെന്റിമീറ്റർ. 5 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും ആണ് അല്ലെ? 5ഉം 3ഉം 2 ആണ് നമുക്ക് തന്നത്. ഓക്കെ, ഡ്രോ 3 ഡിഫറെന്റ് ഐസോമെട്രിക് സ്കെച്ചസ് ഓഫ് ദിസ് ക്യൂബോയിഡ്. നമുക്ക് എന്ത് ചെയ്യണം? ക്യൂബോയിഡിന്റെ ഐസോമെട്രിക് സ്കെച്ച് ആണ് ഡ്രോ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ ഐസോമെട്രിക് സ്കെച്ച് ഡ്രോ ചെയ്യും? നമുക്കറിയാം അതിന് ഐസോമെട്രിക് ഷീറ്റ് വേണം അല്ലെ? ഐസോമെട്രിക് ഷീറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഐസോമെട്രിക് സ്കെച്ച് നമ്മളെ ഒരു ഫിഗർ ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മള് ഐസോമെട്രിക് ഷീറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് ക്യൂബോയിഡ് ആണ്. ക്യൂബോയിഡിന് 5 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററുമാണ് ഡൈമെൻഷൻസ് തന്നത്. ഓക്കെ, നമ്മളോട് ഒരു ഫിഗർ മാത്രമാണോ ഡ്രോ ചെയ്യാൻ പറഞ്ഞേ? അല്ല, 3 ഡിഫറെന്റ് ഐസോമെട്രിക് സ്കെച്ചസ് ആണ് നമ്മളോട് ഡ്രോ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് 3 ഡിഫറെന്റ് സ്കെച്ചസ് ഡ്രോ ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം ലെങ്ത് 2 സെന്റിമീറ്റർ എടുക്കാം, ബ്രെഡ്ത്ത് 5 സെന്റിമീറ്റർ എടുക്കാം, ഹൈറ്റ് 3 സെന്റിമീറ്റർ എടുക്കാം. ഇനി നമുക്ക് നമ്മളെ ഫിഗർ ഒന്ന് ഡ്രോ ചെയ്താലോ? അപ്പൊ ഐസോമെട്രിക് ഷീറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പം നമ്മൾ എങ്ങനെ ഐസോമെട്രിക് ഷീറ്റ് സ്കെച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഡോട്ടഡ് ഉള്ള പേപ്പർ തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഡോട്ട്സ് ഉള്ള പേപ്പർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ലെങ്ത് 2 സെന്റിമീറ്റർ. നമുക്ക് എന്താ ഡ്രോ ചെയ്യേണ്ടത്? ക്യൂബോയിഡ് ആണ്. ക്ലിയർ? അപ്പൊ ക്യൂബോയിഡിന് ലെങ്ത് 2 സെന്റിമീറ്റർ. അപ്പൊ നമ്മളെ ഡോട്ട്സിന് 1, 2 സെന്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഡ്രോ ചെയ്യും. നമ്മളെ ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, then what about breadth? breadth 5 സെന്റിമീറ്റർ ആണ്. അതുപോലെ ഹൈറ്റ് 3 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് 3 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളെ ഹൈറ്റ് എത്രയാ? 3 സെന്റിമീറ്റർ. അപ്പൊ 1, 2, 3, ഹൈറ്റ് 3. ഇവിടെയും നമുക്ക് എന്ത് വരും? ലെങ്ത് നമ്മളെ വിഡ്ത്ത് വരും, അഥവാ ഹൈറ്റ്. ഈ നമ്മളോട് ബ്രെഡ്ത്ത് 5 സെന്റിമീറ്റർ ആണ് അല്ലെ പറഞ്ഞത്. അപ്പം 1, 2, 3, 4, 5 ഇവിടെ വരും ഹൈറ്റ്.
അപ്പൊ നമ്മൾ ആ ഷീറ്റിൽ തന്നെ ഡ്രോ ചെയ്യണം കേട്ടോ. ഷീറ്റിൽ ഡ്രോ ചെയ്താലേ നമുക്ക് കറക്റ്റ് മെഷർമെന്റിൽ നമ്മളെ ഫിഗർ കിട്ടുള്ളൂ. അപ്പം ഇവിടെ 5 വന്നു. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് ഡ്രോ ചെയ്യണം? 5 ഉള്ളത്, കാരണം ഇത് നമ്മളെ ബ്രെഡ്ത്ത് ആണ്. ഇനി ഇവിടെ നമ്മൾ എന്ത് വരും? ഹൈറ്റ് വരും. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാ? 3 സെന്റിമീറ്റർ ആണ് അല്ലെ? അപ്പൊ ഇവിടെ 3 സെന്റിമീറ്റർ ഉള്ളതായിരിക്കും വരിക. ഇനി അതുപോലെ ഇവിടെയും നമുക്ക് 5 ആയിരിക്കും. 1 2 3 4 5. ഇനി ഇവിടെ എന്താ? ഇത് നമ്മളെ ലെങ്ത് ആണ് അല്ലെ? അപ്പൊ അവിടെ 2 ഉള്ളതായിരിക്കും വരിക. അപ്പൊ നമുക്ക് ആ ഒരു ഷീറ്റിൽ വരച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒറിജിനൽ ആയിട്ട് തോന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ഇത് വേറെ എന്തോ രീതിയിൽ തോന്നുന്നുണ്ട് അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ലെങ്ത് 2 എടുത്തു, നമ്മളെ ഹൈറ്റ് 3 എടുത്തു, എന്നിട്ട് ബ്രെഡ്ത്ത് എന്താക്കി? 5 ആക്കിയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുക. നമ്മളെ ഇങ്ങനെ ഒരു ക്യൂബോയിഡ് ആണ് കിട്ടുക. ഇനി നമുക്ക് 3 ഡിഫറെന്റ് ഐസോമെട്രിക് സ്കെച്ചസ് അല്ലേ നമുക്ക് ഡ്രോ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ലെങ്ത് നമുക്ക് 3 ആക്കിയിട്ട് എടുക്കാം. ലെങ്ത് 3 സെന്റിമീറ്റർ, ദെൻ ബ്രെഡ്ത്ത് 2 സെന്റിമീറ്റർ, ഹൈറ്റ് 5 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ അങ്ങനെ ഡ്രോ ചെയ്യും. അപ്പൊ ലെങ്ത് 2 ഉള്ളത് നമുക്ക് എന്താക്കുക? 3 ആക്കുക. അപ്പൊ 1 2 3. അപ്പൊ ലെങ്ത് 3 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എന്താ പറഞ്ഞത്? 5 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ നമ്മൾ ഇത് 5 സെന്റിമീറ്റർ 1 2 3 4 5 അങ്ങനെ 5. നമുക്ക് വലിയതായിരിക്കും ഇവിടെ ഹൈറ്റ് അല്ലെ? ഹൈറ്റ് ആണ് ഇവിടെ കൂടുതൽ. അപ്പൊ 1 2 3 4 5. അപ്പൊ ഇവിടെയും എന്ത് വരും? 3 വരും. ഇവിടെയും നമുക്ക് 5 വരും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബ്രെഡ്ത്ത് 2 ആണ്. അപ്പൊ നമ്മൾ ബ്രെഡ്ത്ത് 2 ആക്കിയിട്ട് എടുക്കുക. 1 2. എന്നിട്ട് ഇവിടെയും എന്ത് വരും? 5 വരും. ഇനി നമ്മൾ ഇങ്ങനെ ഡ്രോ ചെയ്യും. അങ്ങനെ ഇതിനെ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഡ്രോ ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? വേറൊരു ഷേപ്പ് കിട്ടി. ഇനി നമ്മളോട് 3 ഡിഫറെന്റ് ഐസോമെട്രിക് സ്കെച്ചസ് അല്ലേ പറഞ്ഞത്? അപ്പൊ ഇനി നമുക്ക് തിരിച്ചു ചെയ്യാം. ഇനി ലെങ്ത് നമുക്ക് എന്താക്കിയിട്ട് എടുക്കാം? 5 സെന്റിമീറ്റർ ആക്കിയിട്ട് എടുക്കാം. ബ്രെഡ്ത്ത് 2 സെന്റിമീറ്റർ, ഹൈറ്റ് 3 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ആ ഒരു ഷേപ്പ് എങ്ങനെ വരും? ലെങ്ത് 5 സെന്റിമീറ്റർ ആണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് വലുതായിരിക്കും. 1 2 3 4 5. അപ്പം ലെങ്ത് 5 സെന്റിമീറ്റർ ആണ് അല്ലെ? നമ്മളോട് പറഞ്ഞിട്ട് ഹൈറ്റ് 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഹൈറ്റ് നമ്മളത് 3 സെന്റിമീറ്റർ. 1 2 3. ഇവിടെയും നമുക്ക് 5, ഇവിടെയും നമുക്ക് 3. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബ്രെഡ്ത്ത് 2 സെന്റിമീറ്റർ ആണ് അല്ലെ? അപ്പൊ നമ്മളെ ബ്രെഡ്ത്ത് 2 സെന്റിമീറ്റർ. ഇവിടെ 2 സെന്റിമീറ്റർ ആയിരിക്കും, ഇവിടെ 3 ആയിരിക്കും, ഇവിടെ 2 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 5 സെന്റിമീറ്റർ ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്ത് വരയ്ക്കുക. അപ്പൊ ഇവിടെയും എന്തുണ്ട്? ക്യൂബോയിഡ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ 3 ഡിഫറെന്റ് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും നമ്മൾ ഇങ്ങനെ എന്താണ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഐസോമെട്രിക് ഷീറ്റിൽ നമ്മൾ ഡ്രോ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഐസോമെട്രിക് ഷീറ്റ് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. ഐസോമെട്രിക് ഷീറ്റിൽ ഡ്രോ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് എക്സാമിനൊക്കെ ഐസോമെട്രിക് ഷീറ്റിൽ തന്നെ ഡ്രോ ചെയ്യേണ്ടി വരും. ഓക്കെ. ദ നെക്സ്റ്റ് വൺ 3 ക്യൂബ്സ്. 3 ക്യൂബ്സ് ഉണ്ട്. ഓക്കെ. 3 ക്യൂബ്സ് ഈച്ച് വിത്ത് 2 സെന്റിമീറ്റർ എഡ്ജ്. അപ്പൊ നമ്മളോട് ക്യൂബ് ആണ് അല്ലെ പറഞ്ഞത്? അപ്പൊ നമുക്കറിയാം ക്യൂബിൽ എന്താണ്? സ്ക്വയർ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാ സൈഡ്സും 2 ആയിരിക്കൂലെ? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ആർ പ്ലേസ്ഡ് സൈഡ് ബൈ സൈഡ് ടു ഫോം എ ക്യൂബോയിഡ്. അപ്പൊ നമ്മളിപ്പോ ലുഡോന്റെ ക്യൂബ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 3 ക്യൂബ്സ് ഒരുമിച്ച് വെച്ചു. 3 ക്യൂബ്സ് ഒരുമിച്ച് വെക്കുമ്പോൾ അതൊരു ക്യൂബോയിഡ് ആയി മാറില്ലേ? അതൊരു ക്യൂബോയിഡ് ആവും. കാരണം അതിന്റെ മേലെയും താഴെയും ഒക്കെ ഒരു റെക്ടാംഗിൾ ആയിരിക്കും ഉണ്ടാവുക അല്ലെ? അങ്ങനെ ഇവിടെ നമ്മള് 3 ക്യൂബ്സ് ഈച്ച് വിത്ത് 2 സെന്റിമീറ്റർ ആണ് എഡ്ജ് പറഞ്ഞത്. എഡ്ജ് എന്ന് പറഞ്ഞപ്പോ അതിന്റെ എല്ലാ ഇതും എന്തായിരിക്കും? 2 സെന്റിമീറ്റർ ആയിരിക്കും എല്ലാ സൈഡ്സും. അങ്ങനെ നമ്മൾ 3 ക്യൂബ്സ് നമ്മൾ എന്ത് ചെയ്തു? പ്ലേസ് ചെയ്തു സൈഡ് ബൈ സൈഡ് ടു ഫോം എ ക്യൂബോയിഡ്. ഒരു ക്യൂബോയിഡ് ആയിട്ട് മാറി. സ്കെച്ച് ആൻ ഒബ്ലിക് ഓർ ഐസോമെട്രിക് സ്കെച്ച് ഓഫ് ദിസ് ക്യൂബോയിഡ്. അപ്പൊ നമുക്ക് ഒബ്ലിക് സ്കെച്ചോ ഐസോമെട്രിക് സ്കെച്ചോ ഡ്രോ ചെയ്യണം. അപ്പം ഏത് വെച്ചിട്ടും ഡ്രോ ചെയ്യാം. അപ്പൊ നമ്മളോട് 3 ക്യൂബ് ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മളിപ്പം ഒരു ഒബ്ലിക് സ്കെച്ച് ആണ് ഡ്രോ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം അതിനൊരു സ്ക്വയേർഡ് പേപ്പർ വേണം അല്ലെ?
ഇങ്ങനൊരു സ്ക്വയർഡ് പേപ്പർ വേണം. ഈ നമ്മളോട് പറഞ്ഞത് 3 ക്യൂബ്സ് നമ്മൾ ഒരുമിച്ച് വെച്ചു. അപ്പൊ 3 ക്യൂബ്സ് നമ്മൾ ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് ക്യൂബോയിഡ് ആണോ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ 2 സെന്റിമീറ്റർ ആണ് അതിന്റെ എഡ്ജ് പറഞ്ഞത്. അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു 2 സെന്റിമീറ്റർ 3 ഉണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര വേണം? 3 into 2 which is equal to 6. അപ്പൊ ഇവിടെ ഒരു ക്യൂബ്, ഇവിടെ ഒരു ക്യൂബ്, ഇവിടെ ഒരു ക്യൂബ്. ഓക്കെ, അപ്പൊ 2 സെന്റിമീറ്റർ ഉള്ളത് നമ്മൾ വെച്ചു. ഇത് നമുക്കറിയാം ഇവിടെ 3 താഴെ 3 വെച്ചപ്പോൾ നമുക്ക് ടോട്ടൽ 6 ആയി. ഇതൊരു 2 സെന്റിമീറ്റർ, ഇവിടെ ഒരു 2 സെന്റിമീറ്റർ, ഇവിടെ ഒരു 2 സെന്റിമീറ്റർ. ഇനി അതിന്റെ മേലെ എന്തായിരിക്കും? നമുക്കറിയാം ഒരു ക്യൂബിൻ്റെതേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. നമ്മൾ നിരത്തിയാണ് വെച്ചത്, മേലോട്ടല്ല, നമ്മൾ ഇങ്ങനെ വെച്ചു. അപ്പൊ നമുക്ക് ഒരു ക്യൂബിന്റെ, അപ്പൊ ഇവിടെ 2 സെന്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഒരു 2 സെന്റിമീറ്റർ ഉണ്ടാവും. ഇവിടെയും 3 ക്യൂബിൻ്റെത് ഉണ്ടാവും അല്ലെ, ഇവിടെയും 3 ക്യൂബിൻ്റെത് ഉണ്ടാവും. എങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഡ്രോ ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ 2 സെന്റിമീറ്റർ, ഇവിടെ 2 സെന്റിമീറ്റർ, ഇവിടെ 2 സെന്റിമീറ്റർ അങ്ങനെ കിട്ടിയാല് ഇനി നമ്മള് നെക്സ്റ്റ് ഒരു ഇതും കൂടെ നമുക്ക് ഡ്രോ ചെയ്യണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇനി ഇതിന്റെ മേലെ നമുക്ക് ഒന്നും കൂടെ ഡ്രോ ചെയ്യണം. നമുക്ക് ക്യൂബ് ആണല്ലേ വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മള് ക്യൂബ് ഡ്രോ ചെയ്തു. ഓരോ ക്യൂബും കൂടെ നമുക്ക് റെക്ടാങ്കിൾ ആയിട്ട് കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇവിടെയും എന്ത് ചെയ്യണം? അതുപോലെ ഒരു ക്യൂബ് ഡ്രോ ചെയ്യണം. അപ്പൊ നമുക്ക് നമ്മളെ ഐസോമെട്രിക്, നമ്മൾ ഇവിടെ ഐസോമെട്രിക് വെച്ചിട്ടല്ല ഒബ്ലിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒബ്ലിക് വെച്ചിട്ട് ചെയ്തപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു ക്യൂബോയിഡ് കിട്ടി, ഇവിടെ ഒരു ക്യൂബോയിഡ് പോലെ കിട്ടി. കാരണം ഇത് നമ്മളത് ഒരു ക്യൂബാണ്. അതുപോലെ ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്, ഇവിടെയും ഒരു ക്യൂബ് ഉണ്ട്. അങ്ങനെ 3 ക്യൂബുകൾ നമ്മൾ ഒരുമിച്ച് വെച്ചപ്പോ നമുക്ക് എന്ത് കിട്ടി? ഒരു ക്യൂബോയിഡ് പോലെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്യൂബും കൂടെ നമുക്ക് വേണ്ട. അപ്പൊ നമ്മൾ ഇങ്ങനെ ഡ്രോ ഇങ്ങനെ ചെയ്യും. ഇത് ഇവിടെയും നമുക്ക് എന്താ? 2 ആണ്, എല്ലാം നമുക്ക് 2 ആണ്. അങ്ങനെ നമുക്ക് ഇതൊരു ഒരു ക്യൂബോയിഡ് കിട്ടി. 3 ക്യൂബുകൾ നമ്മൾ ഒരുമിച്ച് വെച്ചപ്പം നമുക്ക് എന്താ കിട്ടിയത്? ക്യൂബോയിഡ് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു 2 സെന്റിമീറ്ററിന്റെ വരച്ചു, ഇവിടെ ഒരു 2 സെന്റിമീറ്റർ, ഇവിടെയും ഒരു 2 സെന്റിമീറ്റർ. അപ്പൊ ടോട്ടൽ 3 ക്യൂബിന്റെ നമുക്ക് കിട്ടണം. എന്നിട്ട് ഇവിടെയും ഒരു 2 സെന്റിമീറ്റർ. ഇനി നമ്മൾ ഇവിടെയും എന്താണ്? 6 ആവും. കാരണം 3 ക്യൂബ്സുകൾ ഉണ്ട്. അത് ഇവിടെയും 2 സെന്റിമീറ്റർ. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഇങ്ങനെ ഡ്രോ ചെയ്തിട്ട് ഇവിടെയും എന്താണ്? 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ എന്നുണ്ടാവും. ഇവിടെയും എന്താ? 2 സെന്റിമീറ്റർ. അങ്ങനെ നമുക്ക് ടോട്ടൽ ഇങ്ങനെ ഒരു ക്യൂബോയിഡ് ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ 3 ക്യൂബുകൾ നമ്മൾ ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്യൂബോയിഡ് കിട്ടി. ക്ലിയർ? The next, give one an oblique sketch and an isometric sketch for each of the following. അപ്പൊ നമുക്ക് oblique sketchും വേണം, isometric sketchും വേണം. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. Cuboid of dimensions 5 cm, 3 cm and 2 cm. അപ്പൊ ക്യൂബോയിഡ് ഡ്രോ ചെയ്യണം. ക്യൂബോയിഡിന്റെ ഡയമെൻഷൻസ് ലെങ്ത്തും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 5ഉം 3ഉം 2ഉം ഉള്ള ഒരു ക്യൂബോയിഡ് ഡ്രോ ചെയ്യണം. അതുപോലെ അതിന്റെ എന്ത് വേണം? ഒബ്ലിക് സ്കെച്ചും വേണം, ഐസോമെട്രിക് സ്കെച്ചും വേണം. അതുപോലെ തന്നെ ക്യൂബിന്റെ എഡ്ജ് 4 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐസോമെട്രിക് ഷീറ്റും വേണം, മറ്റേ ഒബ്ലിക്കിൻ്റെതും വേണം. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മൾ ഐസോമെട്രിക് ഷീറ്റും ഒബ്ലിക്കും വെച്ചിട്ട് നമുക്ക് ഡ്രോ ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഷീറ്റിൽ തന്നെ ഡ്രോ ചെയ്യണം. ഈ നമ്മളുടെ ഡയമെൻഷൻസ്, ക്യൂബോയിഡിന്റെ ഡയമെൻഷൻസ് 5ഉം 3ഉം 2ഉം ആണല്ലേ പറഞ്ഞേ. അപ്പൊ നമുക്ക് ഏത് രീതിയിലും ചെയ്യാൻ പറ്റും. നമ്മളെ 5 സെന്റിമീറ്റർ ഇപ്പൊ നമ്മൾ ലെങ്ത് എടുത്തു, അപ്പൊ 3 ഹൈറ്റ് നമ്മൾ 2 എടുത്തു. അപ്പൊ ഇവിടെയും 5, ഇവിടെ 2. ഈ നമ്മളെ ബ്രെഡ്ത്ത് നമ്മൾ 3 എടുത്തു, ബ്രെഡ്ത്ത് 3 എടുത്തു.
അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും, ബ്രെഡ്ത്ത് 3 എടുക്കും. എന്നിട്ട് നമ്മൾ ഇവിടെയും എന്താണ്, ബ്രെഡ്ത്ത്. അപ്പൊ ഇവിടെ എന്ത് വരും, ലെങ്ത് വരും. ഇവിടെ എന്ത് വരും, ഹൈറ്റ് വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെയും നമ്മളെ ഹൈറ്റ് വരും, ഇവിടെയും നമ്മളെ ഹൈറ്റ് ആയിരിക്കും വരിക, ഇവിടെയും നമ്മളെ ഹൈറ്റ് ആയിരിക്കും വരിക. ഓക്കെ, ഇനി നമ്മളെ ലെങ്ത് എവിടേക്ക് വരിക, ഇവിടെ നമ്മളെ ലെങ്ത് വരും, ഇവിടെയും നമ്മളെ ലെങ്ത് വരും, ഇവിടെയും നമ്മളെ ലെങ്ത് വരും. ഇനി ബ്രെഡ്ത്ത് എവിടേക്ക് വരും, ഇവിടെ നമ്മളെ ബ്രെഡ്ത്ത് വരും, ഇവിടെയും നമ്മളെ ബ്രെഡ്ത്ത് വരും, ഇവിടെയും നമ്മളെ ബ്രെഡ്ത്ത് വരും. അപ്പൊ നമുക്ക് ഇതിങ്ങനെ പ്ലെയിൻ ഇതിലല്ല വരയ്ക്കേണ്ടത്, നമുക്ക് ഐസോമെട്രിക്കും ഒബ്ലിക്കും രണ്ടും വരയ്ക്കണം. അപ്പൊ നമ്മൾ ആ ഒരു ഷീറ്റിൽ തന്നെ ഡ്രോ ചെയ്യണം. ക്ലിയർ? ദെൻ എ ക്യൂബ് വിത്ത് ആൻ എഡ്ജ് 4 സെന്റിമീറ്റർ ലോങ്. നമ്മളോട് പറഞ്ഞത് 4 സെന്റിമീറ്റർ ലോങ് ഉള്ള ക്യൂബ് വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ക്യൂബ് എങ്ങനെ ഡ്രോ ചെയ്യാം, ഒക്കെ 4 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ 4 സെന്റിമീറ്റർ ഉള്ള തന്നെ ഡ്രോ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെയും 4 സെന്റിമീറ്റർ, ഇവിടെയൊക്കെ നമ്മൾ 4 സെന്റിമീറ്റർ ആയിട്ട് ഒരു ക്യൂബ് ഡ്രോ ചെയ്യുന്നു. ഇവിടെയൊക്കെ നമുക്ക് 4 സെന്റിമീറ്റർ ആയിട്ടുള്ള ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഒബ്ലിക് ഷീറ്റിലും അതിന്റെ ഐസോമെട്രിക് ഷീറ്റിലും മാത്രം ഡ്രോ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ എന്തൊക്കെ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്ത്, മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത് ഒബ്ലിക്കും ഐസോമെട്രിക്കും. അപ്പൊ ഒരു ഷീറ്റിൽ ആണ് നമ്മൾ ഡ്രോ ചെയ്യാൻ. അപ്പൊ 3 ഡയമെൻഷണൽ ഷേപ്സ് ഡ്രോ ചെയ്യാനുള്ളതാണ് ഒബ്ലിക്കും ഐസോമെട്രിക്കും. അപ്പൊ അത് രണ്ടും നന്നായിട്ട് എങ്ങനെയാണ് ഡ്രോ ചെയ്യാന്നുള്ളത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസും നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.